ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് യുഗാദി സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി യുഗാദി. യുഗാദി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെയാണോ വിഷു, നമുക്ക് പുതുവർഷമാണല്ലോ, അതുപോലെ ഇന്ന് കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഇവിടുത്തെ ആൾക്കാർക്ക് ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ ഇന്ന് യുഗാദി ആയതുകൊണ്ട് തന്നെ ഒബ്ബട്ട് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. യുഗാദിക്ക് ഒബ്ബട്ടില്ലാതെ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ സ്റ്റഫിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പും 1/2 കപ്പ് കടലപ്പരിപ്പും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും കടലപ്പരിപ്പ് മാത്രമായിട്ട് ഉണ്ടാക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ തുവരപ്പരിപ്പ് മാത്രമായിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ 2 മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. രണ്ടും കൂടി ചേർത്ത് 1 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പകുതി 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതല്ല നിങ്ങൾക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ വിസിലടുപ്പിച്ചെടുത്താലും മതി. പക്ഷെ ഞാനിവിടെ 2-3 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന ഈ കടലയും തുവരപ്പരിപ്പും ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ വെന്ത് ഏകദേശം ഒരു 80 to 90% വെന്ത് വരണം. ഓവറായിട്ട് കുക്കായി പോവാതെ ശ്രദ്ധിക്കണേ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഫിങ് കുറച്ച് വെള്ളമയമായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുക്കാവേണ്ട, ഒരു 90% നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പരിപ്പ് മാറ്റി വെച്ചതിന് ശേഷം ഈ വെള്ളം നമ്മൾ കളയില്ല കേട്ടോ. ഇത് നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി കനടുത്താൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പരിപ്പിൻ്റെ വെള്ളം എടുത്തിട്ടാണ് ഒബ്ബട്ട് സാർ ഉണ്ടാക്കുന്നത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. അതായത് ഇതേ കപ്പിലാണ് മൈദ എടുത്തേക്കുന്നത്. മൈദ 1 കപ്പ് മൈദയാണ് വേണ്ടത്, 1 കപ്പ് കടല, 1.5 കപ്പ് ശർക്കരയാണ് വേണ്ടത്. മധുരത്തിനനുസരിച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പും ആവാം, പക്ഷെ അത് കുറച്ച് കൂടുതലായി പോകും. 1.5 കപ്പാണ് ഒരു കറക്റ്റ് ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ 1.5 കപ്പ് ശർക്കരയ്ക്ക് കുറച്ച് മാത്രം വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. നിങ്ങളുടെ ശർക്കര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നമുക്ക് അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാനിത് പുതിയ ശർക്കര, ഇത് പുതിയ പാക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഴുക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഴുക്കും പൊടിയൊക്കെ അങ്ങ് പോകുമല്ലോ. ഇനി ഈ ശർക്കര പാനി അടുപ്പത്ത് വെക്കാൻ പോവാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ശർക്കര പാനിയാക്കി എടുക്കുന്നില്ല, ചെറിയ ശർക്കര നേരിട്ട് യൂസ് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പും ശർക്കരയും ഒരുമിച്ച് ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞതാ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് സിമ്മിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഈ ശർക്കര ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അതേപോലെ പരിപ്പിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ആ സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും. പിന്നെ കുറച്ച് വെള്ളമയം വേണം, എന്നാലേ ഇത് അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് അങ്ങ് കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമയം എന്തായാലും വേണം. ഇത് പെർഫെക്റ്റ് ആണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് ഇട്ടങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇളം ചൂട് മതി, അതിൽ കിടന്ന് തേങ്ങ വെന്തോളും, അത്രയും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ആവാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിന്നെ അതേപോലെ ഉണക്ക ഇഞ്ചിയുടെ പൊടിയില്ലേ, അതുകൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു 2 ടീസ്പൂൺ ഞാൻ പോപ്പി സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. അതില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ നോക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എത്ര നൈസാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ കണ്ടില്ലേ, ഈ സ്റ്റഫിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവുകയാണെങ്കിൽ അത്രയും നല്ലത്. അതാകുമ്പം പരത്തുന്ന സമയത്ത് ഒട്ടും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ മാവ് എങ്ങനെ കുഴക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റഫിങ് റെഡിയായി. മാവ് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ 1/4 കപ്പ് ചിരോട്ടി റവ എടുത്തിട്ടുണ്ട്. ഈ റവ തന്നെ വേണം, വേറെ ഒരു റവ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു 1/4 കപ്പ് മതിയാവും കേട്ടോ. 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് ചിരോട്ടി റവ മതിയാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ അത് മാറ്റി വെക്കണം. കാരണം റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ റവ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കുഴച്ചെടുക്കണം. നിങ്ങളുടെ ഈ റവ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ റവ ഒന്നും മിക്സ് ചെയ്ത് നിൽക്കണ്ട, വെറുതെ മൈദ മാത്രമായിട്ട് കുഴച്ചെടുക്കാനും പറ്റും. അതല്ല ഈ റവയില്ല, ഇതിന് പകരം വേറെ ഏതെങ്കിലും റവ ചേർക്കാനാണെങ്കിൽ അങ്ങനെ ചേർക്കണ്ട കേട്ടോ, ശരിയാവില്ല. ചിരോട്ടി റവ തന്നെ വേണം. ഇപ്പോൾ 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ഉപ്പ്, പേരിന് മാത്രം ഉപ്പ് ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ കളറിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ ആദ്യം കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്, കാരണം മൈദയ്ക്ക് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലതുപോലെ നീഡ് ചെയ്തെടുക്കണം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒബട്ട് കിട്ടത്തുള്ളൂ. അതല്ല നമ്മൾ പെട്ടെന്ന് അങ്ങ് കുഴച്ചിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒബട്ട് കിട്ടത്തില്ല. നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അത്യാവശ്യം നന്നായിട്ട് കുഴച്ചതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണ ചേർത്തിട്ട് വീണ്ടും കുഴക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 3 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയടിക്കല്ല, ഓരോ തവണ കുഴച്ച് കഴിയുമ്പം ഞാനിങ്ങനെ ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടോട്ടലി 3 ടീസ്പൂൺ എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമുക്ക് ആ മാവിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാവും ഇത് കുഴച്ചത് പെർഫെക്റ്റ് ആയി എന്നുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ പൊറോട്ടയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കത്തില്ലേ മാവ്, അതുപോലെ തന്നെ മാറ്റി വെക്കുക. അപ്പോൾ മാറ്റുന്നതിന് മുന്നായിട്ട് ബൗളിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മാവ് അതിലേക്ക് വെക്കുക. എന്നിട്ട് മാവിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവറായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചതിന് ശേഷം അതേ എണ്ണ പരത്താനായിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതങ്ങനെ അങ്ങ് അടച്ചു വെക്കുകയാണ്. മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാലേ നമ്മുടെ മാവ് നല്ല എലാസ്റ്റിക്കായിട്ടും ലൂസായിട്ടും കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂറിന് ശേഷം ഈ മാവൊന്ന് വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എണ്ണ അധികം തേച്ചിട്ടില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ എണ്ണ നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പരത്തുന്ന സമയത്ത് നമുക്ക് വേറെ എണ്ണ യൂസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഒരു ബോൾ സൈസ് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരുപാട് കനത്തിലൊന്നും അല്ല ഞാൻ പരത്തുന്നത്, വളരെ തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. പിന്നെ പരത്തുന്ന സമയത്ത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബട്ടർ പേപ്പറാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, വാഴയില യൂസ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആട്ടപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ബോൾ സൈസിൽ എടുത്തിട്ടുണ്ടായിരുന്നു മാവ്, അതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ മാവിൻ്റെ അതേ സൈസിൽ നമ്മൾ സ്റ്റഫിങ്ങും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്ക് വെച്ച് കൊടുക്കുക. എല്ലാ സൈഡിൽ നിന്നൊന്നും വലിച്ചെടുക്കണം മാവ്. ഇത് മൈദ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വലിഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് എല്ലാം നടുക്ക് നന്നായിട്ട് സെൻറ്ററിലൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് ഞാൻ ഇതിന് മുകളിൽ വീണ്ടും ആ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം, ഒരു കുഴപ്പമില്ല. എനിക്കിത് ഈസിയാണ്. ഇങ്ങനെ കൈ കൊണ്ട് ഫുള്ളായിട്ട് പരത്തിയെടുക്കുന്നത് ഈസിയാണ്. പക്ഷേ ഇതെല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പം അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇനിയൊരു ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് റോളർ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. സ്റ്റഫിങ് പ്രോപ്പറാണ്, എല്ലാം നീറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു മെത്തഡാണ് കേട്ടോ. ഇതല്ലാതെ കൈ കൊണ്ടും പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട്. നമുക്ക് സാധാരണയായിട്ട് 2 ബട്ടർ പേപ്പർ ഇല്ലാതെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഇത്. കണ്ടില്ലേ എത്ര നീറ്റായിട്ട് കിട്ടിയെന്നുള്ളത്? ഒട്ടും പൊട്ടിയിട്ടില്ല, എവിടെയും ഇളകി പോയിട്ട് ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിലെടുത്തിട്ട് നമുക്ക് പാനിലേക്ക് ഇടാൻ അറിയത്തില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. നേരിട്ട് ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മെല്ലെ ബട്ടർ പേപ്പർ അങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു സൈഡ് ഡ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് ചുട്ടെടുക്കണം. പിന്നെ ഒരുപാടൊന്നും പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കത്തില്ലേ, ഇതങ്ങനെ പ്രസ്സിങ് ഒന്നും പാടില്ല. അല്ലാതെ തന്നെ എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം. നെയ്യാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 2 സൈഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് മറിച്ച് വിട്ടു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒബട്ട് റെഡിയാണ്. ഇതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബോൾ സൈസിൽ എടുത്തിട്ടുണ്ട് മാവ്. പിന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിന് നടുക്കായിട്ട് സെയിം അളവിൽ തന്നെ സ്റ്റഫിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാവെല്ലാം ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഗ്യാദർ ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുന്ന എളുപ്പമാണ്, നമുക്ക് വേറൊരു പേപ്പർ വേണമെന്നൊന്നുമില്ല. എന്നാലും പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടി അതിൻ്റെ മുകളിലിട്ടതിന് ശേഷം കൈ കൊണ്ട് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നാൽ അങ്ങനെ പറ്റാത്തവർക്ക് മാത്രം ഇങ്ങനെ റോളർ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നീറ്റായിട്ട് ആയി കിട്ടിക്കോളും. ഒട്ടും പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് മാവ് പരത്തിയെടുക്കാൻ പറ്റും. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായ തവയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡിന് ശേഷം മാത്രം ബട്ടർ പേപ്പർ മെല്ലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
നെയ്യിന് പകരം എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് 2 സൈഡും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബേള ഒബ്ബട്ട്, അതായത് ദാൽ ഒബ്ബട്ട് റെഡിയാണ് കേട്ടോ. ഇവിടെ ഇത് ഒബ്ബട്ടാണെന്നുണ്ടെങ്കിലും പല നാട്ടിൽ പല രീതിയിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ബോളി എന്ന് പറയും. ട്രിവാൻഡ്രത്ത് ബോളിയും സേമിയ പായസം ഭയങ്കര ഫേമസ് ആണല്ലോ. ഇവിടെ പിന്നെ സേമിയ പായസം ഒന്നുമല്ല, ഇതിൻ്റെ കൂടെ നെയ്യ് വെച്ച് കഴിക്കാറുണ്ട്, പാലൊഴിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ.